ലോകമെമ്പാടുമുള്ള 180 കോടി ജിമെയിൽ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ഗൂഗിൾ. ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻഡക്ഷൻസ് എന്ന പുത്തൻ സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് ഗൂഗിളിന്റെ മുന്നറിയിപ്പ്. ഈ പുതിയ സുരക്ഷാ ഭീഷണി വ്യക്തികളെയും ബിസിനസ്സുകളെയും സർക്കാരിനെയും ഒരുപോലെ അപകടത്തിൽ ആക്കുന്നു എന്നാണ് ഗൂഗിൾ പറയുന്നത്. ജനറേറ്റീവ് എഐയുടെ അതിവേഗ വളർച്ചയിലൂടെ ടെക് വ്യവസായത്തിൽ ഉടനീളം ഭീഷണികളുടെ ഒരു പുതിയ തരംഗമാണ് ഉയർന്നുവരുന്നത്. അത്തരത്തിലുള്ള ഒരു അക്രമകാരിയാണ് ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻഡക്ഷൻസ്. ഹാക്കർമാർക്ക് നേരിട്ട് ഒരു പ്രോംപ്റ്റിലേക്ക് മാൽവെയർ കമാൻഡുകൾ ഇൻപുട്ട് ചെയ്യാം. ഇതാണ് ഡയറക്ട് പ്രോംപ്റ്റ് ഇൻഡക്ഷനിൽ നിന്നും വ്യത്യസ്തമായി ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻഡക്ഷൻസുകളുടെ പ്രത്യേകത. ഉപഭോക്തൃ ഡാറ്റ പുറന്തള്ളാനോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനോ എഐയോട് നിർദ്ദേശിക്കുന്ന ഇമെയിലുകൾ, ഡോക്യുമെന്റ് അല്ലെങ്കിൽ കലണ്ടർ ഇൻവിറ്റേഷൻ എന്നിവയിൽ ഉൾപ്പെട്ടേക്കാം. ഈ പുത്തൻ സൈബർ ഭീഷണി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അപകടത്തിൽ ആക്കുമെന്നും ഗൂഗിൾ പറയുന്നു. ഈ സൈബർ ആക്രമണം വ്യാപിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അടിയന്തര ശ്രദ്ധയും ശക്തമായ സുരക്ഷാ നടപടികളും ആവശ്യമാണെന്നും ഗൂഗിൾ സമ്മതിക്കുന്നുണ്ട്. ഗൂഗിളിന്റെ സ്വന്തം എഐ ടൂൾ ആയ ജെമിനിയും തട്ടിപ്പിന് വേണ്ടി ഹാക്കർമാർ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഉപഭോക്താക്കളുടെ പാസ്വേഡ് വെളിപ്പെടുത്താൻ അവർ പോലും അറിയാതെ ജെമിനിക്ക് ഒരു മറഞ്ഞിരിക്കുന്ന സന്ദേശം അടങ്ങിയ ഇമെയിൽ ഹാക്കർമാർ അയക്കും എന്നും ഈ നിർദ്ദേശങ്ങൾ ഉപഭോക്താക്കളുടെ ലോഗിൻ, പാസ്വേഡ് വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നും ഗൂഗിൾ വെളിപ്പെടുത്തുന്നു. ഇതിൽ ഹാക്കിംഗ് നടത്താൻ ഉപഭോക്താക്കൾക്ക് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തന്നെയാണ് ഈ സൈബർ ആക്രമണത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നതും. അതേസമയം ഈ ഭീഷണികളിൽ നിന്ന് ഉപയോക്താക്കളെ സുരക്ഷിതമാക്കാൻ ഇതിനകം തന്നെ ഗൂഗിൾ ചില സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ലെയേർഡ് സുരക്ഷാ സംവിധാനമാണ് ഗൂഗിളിന്റേത്. ജെമിനി 2.5 മോഡൽ ഹാർഡനിങ് മുതൽ മാൽവെയർ നിർദ്ദേശങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഉദ്ദേശത്തോടെ നിർമ്മിച്ച മെഷീൻ ലേണിംഗ് മോഡലുകൾ, സിസ്റ്റം ലെവൽ സേഫ് ഗാർഡ് എന്നിവ ഈ സുരക്ഷാ നടപടികളിലുണ്ട്. സൈബർ തട്ടിപ്പ് വീരന്മാരും ഹാക്കിംഗ് സഖകളും പുത്തനടവുകളുമായി രംഗത്തെത്തുന്ന കാലമാണിത്. അതിനാൽ ഏവരും ജാഗ്രത പാലിക്കുക. കൂടാതെ നിങ്ങളുടെ ഓൺലൈൻ ഇടപാടുകളെല്ലാം സുരക്ഷിതമാക്കുക.